ഞാൻ എൻ്റെ ഓർഡർ പിൻവലിക്കുന്ന പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ദിവസം ഞാൻ ഇറക്കിയ ഓർഡറിൻ്റെ ഗൗരവം എന്ന് മനസ്സിലാവും. ഞാനും കൂടി ജീവനോടുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമുണ്ടാവും. സഞ്ചരിക്കേണ്ട അവകാശം, ജീവിക്കേണ്ട അവകാശം, ചിന്തിക്കാനുള്ള അവകാശം, സംഘടിക്കേണ്ട അവകാശം, വിശ്വസിക്കേണ്ട അവകാശം, അത് മൗലികാവകാശമാണ്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ ഫാസിസത്തിനെതിരെ ചെറുക്കണം, അതിനെ പോരാടണം. ജീവിക്കണം എന്നൊരു ആഗ്രഹം, ജീവിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നത് സഖാക്കളായിട്ടുള്ള നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്. ഈ നൂറ്റാണ്ടിൽ ഒരു 10-20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളം ഉണ്ടാവില്ല. കുടിവെള്ളം എന്ന് പറയുന്നത് ഉണ്ടാവില്ല, കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. അവർ വിശ്വസിക്കില്ല അങ്ങനത്തെ ഒരു ഘട്ടം വരും. കുപ്പിവെള്ളത്തെ ആശ്രയിക്കാതെ ഇന്ന് ഒരു ദിവസം പോലും നമുക്ക് ജീവിച്ച് തീർക്കാനാവില്ല. മരങ്ങൾ വെട്ടരുത്, ഭൂമിക്ക് പൊള്ളും എന്ന് പറഞ്ഞപ്പോഴും നാം നെറ്റി ചുളിച്ചു. വേനൽ പകലിൽ സൂര്യാഘാതമേറ്റ് ഇന്ന് ಮನುಷ್ಯರು ಮರಿച്ചു വീഴുന്നു. ಎಲ್ಲ ಬಿಜೆಪಿಯ ಕಾಲದಲ್ಲಿ ನಿಮಗೆ ನಮಸ್ಕಾರ ಮಾಡುವುದಕ್ಕೆ ಜನತಾದಳ ಸಿಕ್ಕುವುದಿಲ್ಲ. ನಿಮಗೆ ನಾವು ಮಂತ್ರಿ ಕಟ್ತೇವೆ, ಭಾರತದಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ಇಡೀ ಕಟ್ತೇವೆ. ನಾವು ಇಂದು ಇಲ್ಲಿ ಶುರು ಮಾಡಿದ ಈ ಯಾತ್ರೆ ಇದೆಯಲ್ಲ, ಇದು ആരംഭ. വീരേന്ദ്രകുമാർ എന്ന ബഹുമുഖ പ്രതിഭയെ ഓർക്കുമ്പോൾ പാർക്കുന്ന ഭൂമിയെ നാം ഓർക്കും. അതിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടും. മനുഷ്യനെയും വനങ്ങളെയും പുഴകളെയും ഓർക്കും. മനുഷ്യത്വത്തെ നമസ്കരിക്കും. സമസ്ത ജീവജാലങ്ങളും ജീവിതവും ഉൾക്കൊള്ളുന്ന മഹത്തായ പ്രപഞ്ച ദർശനത്തിന്റെ മറുപേരാകുന്നു വീരേന്ദ്രകുമാർ എന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നാം തിരിച്ചറിയുന്നു.